ചരിത്രപ്രസിദ്ധമായ കണ്ണമാലി വിശുദ്ധ യൗസേ പിതാവിന്റെ 120ാമത് നേർച്ച സദ്യ തിരുനാൾ മാർച്ച് 15 മുതൽ 19 വരെ. 1 ലക്ഷം പേർക്കുള്ള നേർച്ച സദ്യ ഊട്ടം മാർച്ച് 19 നടക്കും. നേർച്ച സദ്യക്കുള്ള പന്തലിന്റെ കാൽനാട്ടു കർമ്മം ബിഗ് ബോസ് താരം നവീൻ അറയ്ക്കൽ നിർവഹിച്ചു. സമ്മേളനം കൊച്ചി എംഎൽഎ കെ.ജെ. മാക്സി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി എംഎൽഎ കെ.ജെ. മാക്സിയുടെ സാന്നിധ്യത്തിലാണ് ബിഗ് ബോസ് താരവും സിനിമാ സീരിയൽ നടനുമായ നവീൻ അറയ്ക്കൽ 120ാമത് നേർച്ച സദ്യ തിരുനാളിന് പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള പന്തൽ കാൽനാട്ടുകർമ്മം നിർവഹിച്ചത്. തുടർന്ന് നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എംഎൽഎ കെ.ജെ. മാക്സി നിർവഹിച്ചു. പിതാവിന്റെ നേർച്ച സദ്യ പെരുന്നാളാണ് വരുന്ന മാർച്ച് 19 തീയതി ഇവിടെ ചേരുന്നത്. എല്ലാ വർഷവും അതിവിപുലമായി തന്നെ പിതാവിന്റെ നേർച്ച സദ്യ തിരുനാള് കണ്ണമാലി സെന്റ് ആനീസ് ചർച്ചിൽ ആഘോഷിച്ചു വരാറുണ്ട്. കണ്ണമാലി എന്ന് പറയുന്ന ഈ തീരദേശ ഗ്രാമത്തിൽ 120 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള ഒരു ചരിത്ര സംഭവം, പകർച്ചവ്യാധി പിടിപെട്ട് ജനങ്ങളാകെ ബുദ്ധിമുട്ടിലായി പോകുന്ന ഈ ഗ്രാമത്തിൽ അന്നത്തെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അതിനാശ്വാസം പകരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള നേർച്ച സദ്യ ആരംഭിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് നമ്മുടെ കണ്ണമാലി സെന്റ് ആനീസ് ചർച്ചിലുള്ളത്. അന്ന് ഔസേപ്പിതാവിൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥന നടത്തി നേർച്ച സദ്യ ആരംഭിച്ച് ഈ ഗ്രാമം മുഴുവനും സുഖം പ്രാപിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. കണ്ണമാലി ഫെറോന വികാരി ഫാദർ ജോപ്പൻ അണ്ടിശ്ശേരിയുടെ അധ്യക്ഷതയിൽ ആഘോഷ കമ്മിറ്റി കൺവീനർ ടി.എ. ജോർജ് സ്വാഗതം ആശംസിച്ചു. കണ്ടക്കടവ് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് ഫെറോന വികാരി റവറൻ ഫാദർ സോളമൻ ചാരങ്ങാട്ട് പന്തൽക്കാൽ വെഞ്ചരിപ്പ് നിർവഹിച്ചു. കണ്ണമാലി സഹവികാരി റവറൻ ഫാദർ ജോബി അഗസ്റ്റിൻ വകപ്പാടത്ത് കൃതജ്ഞതയും ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.ഡി. പ്രസാദ്, കണ്ണമാലി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സജിൻ മാത്യു, കണ്ണമാലി ക്രിസ്തുരാജ ദേവാലയം വികാരി റവറൻ ഫാദർ ജോസ് പ്രമോദ് ശാസ്താംപുരയ്ക്കൽ, 8ാം വാർഡ് മെമ്പർ പ്രശാന്ത് കടുങ്ങാമ്പറമ്പിൽ എന്നിവർ ആശംസകളും അർപ്പിച്ച് സംസാരിച്ചു. ഇതൊരു പങ്കുവയ്ക്കലിന്റെ ആഘോഷമാണ്. ഒരുപാട് മനുഷ്യർ പല പ്രദേശത്ത് നിന്ന് നാനാജാതി മനസ്ഥ വിശ്വാസത്തോടുകൂടി ഇവിടെ ഒരുമിച്ച് ചേർന്ന് ഇവിടെ നിന്ന് ഒരേ ഭക്ഷണം പങ്കുവയ്ക്കുന്ന വലിയൊരു അനുഭൂതിയാണ് ഇതിന്റെ പ്രത്യേകത. കണ്ണമാലിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുന്നാൾ ഒരു വലിയ അത്ഭുതം. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഭക്ഷണവും പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നു എന്നതാണ്. 1 ലക്ഷത്തിലധികം പേര് വന്ന് എല്ലാവരും സംതൃപ്തിയോടെ ഈ മണ്ണിൽ നിന്ന് മടങ്ങിപ്പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. മാർച്ച് 15 ആരംഭിക്കുന്ന നേർച്ച സദ്യ തിരുനാൾ 19 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 300-ലധികം ഡിഷസുകളാണ് സോൾട്ട് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. അതിൽ നാടൻ മുതൽ ചൈനീസ്, അറബിക്, മലായി, സ്പാനിഷ് ഇതെല്ലാം നിങ്ങൾക്ക് കൊച്ചിക്കായലിന്റെ സൗന്ദര്യം ആസ്വദിച്ചിരുന്ന് കഴിക്കാം.